വടക്ക് കനത്ത് കാലവർഷം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ജില്ലയിലും പ്രൊഫഷണൽ കോളേജിലടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ട്. പെരിയാറിൽ കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുന്നു. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തകർക്ക് രക്ഷയുണ്ടോ? നവകേരള യാത്രക്കിടയിലെ മർദ്ദനക്കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നു വിധി. വിധി പറയുന്നത് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. വയനാട്ടിൽ ആശങ്കയായി ഷിഗല്ല രോഗബാധ. സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ലക്ഷണങ്ങളുമായി നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിൽ. ജില്ലാതല ഉന്നതതല യോഗം രാവിലെ. ചന്തു സലിംകുമാറിന് പിന്തുണയുമായി മല്ലിക സുകുമാരൻ. സുകുമാരൻ മരിച്ചപ്പോൾ പൃഥ്വിരാജിനുണ്ടായ അനുഭവവും സമാനമെന്ന് മല്ലിക. മരണവീട്ടിൽ ഔചിത്യമില്ലാതെ പെരുമാറുന്നവരിൽ താരങ്ങളുമെന്ന് വിമർശനം. സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള വിചാരക്കാർ ഒരുപാട് പേരുള്ളൊരു സമൂഹത്തിലാണ്. പക്ഷെ അത് കാണിക്കേണ്ടത് ഒരു മരണ വീട്ടിലല്ല. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബ ഹസന്റെ മൊഴിയെടുക്കാൻ പോലീസ്. ഇന്ന് കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നേരിയായവർ. ട്രംപിന്റെ അഭ്യർത്ഥനയിൽ താൽക്കാലിക വെടിനിർത്തലിന് വഴങ്ങി ഇറാനും ഇസ്രായേലും. പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ആക്രമിച്ചാൽ ഒപ്പമുണ്ടാകില്ലെന്ന് ഇസ്രായേലിന് ട്രംപിന്റെ മുന്നറിയിപ്പ്.